എല്ലാവർക്കും കിനു സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പെർഫെക്റ്റായിട്ട് ചുരിദാറിന് എങ്ങനെ ടക്ക് ഇടാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇന്ന് വണ്ണമുള്ളവർക്കായാലും ഇല്ലാത്തവർക്കായാലും ഇതുപോലെ ഒന്ന് ടക്ക് ഇട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ തന്നെ നമുക്ക് നിൽക്കുന്നത് കാണാം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമ്മുടെ ചുരിദാറിൻ്റെ ബാക്ക് പാർട്ട് നമ്മൾ ഇതുപോലെ നിവർത്തി വയ്ക്കാം. എന്നിട്ട് നമുക്ക് സെൻറ്റർ ഭാഗം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഒരു ലൈൻ പോലെ നമുക്ക് വരച്ചു കൊടുക്കാം. ഇനി ഷോൾഡറിൽ നിന്നും താഴേക്ക് നമുക്ക് ഷേപ്പ് ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇവിടെ എൻ്റെ ഷേപ്പ് ലെങ്ത്ത് വരുന്നത് 12.5 നീളം കൂടിയവർക്ക് അതിനനുസരിച്ചിട്ട് ഷേപ്പ് ലെങ്ത്ത് വ്യത്യാസപ്പെടാം. നിങ്ങളുടെ ഷേപ്പ് ലെങ്ത്ത് എത്രയാണോ അവിടെ നമ്മൾ അത്രയും അടയാളപ്പെടുത്തി കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് ഒരു 3.5 ഇഞ്ച് ഇതുപോലെ സെൻറ്റർ ഭാഗത്തോട്ടാക്കി മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത സൈഡിലും നമുക്കിതുപോലെ തന്നെ 12.5 ഒരു മാർക്കിങ് കൊടുക്കാം. ഇവിടെയും നമുക്ക് 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ രണ്ട് സൈഡിലും നമ്മൾ 3.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പോയിന്റിൽ നിന്നും നമുക്ക് താഴോട്ട് ഒരു 3.5 ഇഞ്ച് തന്നെയാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. നീളം കൂടിയവർക്ക് അതിനനുസരിച്ചിട്ട് ഒരു 1/2 ഇഞ്ചൊക്കെ കൂട്ടാം, 4 എടുക്കാം, 4.5 എടുക്കാം. അതൊക്കെ നമ്മുടെ നീളത്തിനനുസരിച്ച് വേണം എടുക്കാൻ. ഞാനിവിടെ ഏതായാലും 3.5 ഇഞ്ചാണ് എടുക്കുന്നത്. 3.5 ഇഞ്ച് താഴോട്ടേക്കും മാർക്ക് ചെയ്യാം, 3.5 ഇഞ്ച് ആ പോയിന്റിൽ നിന്നും മുകളിലേക്കും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ സെൻറ്റർ ഭാഗത്ത് നിന്നും 1/2 ഇഞ്ച് ഈ സൈഡിലോട്ടും 1/2 ഇഞ്ച് അപ്പുറത്തെ സൈഡിലോട്ടും നീക്കി നമുക്കൊരു മാർക്കിങ് കൊടുക്കാം. ഇനി ഇതുപോലെ നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് സൈഡിലും മാർക്ക് ചെയ്ത് കൊടുക്കാം. താഴ്ഭാഗത്തേക്ക് 3.5, മേൽഭാഗത്തേക്കും 3.5 മാർക്ക് ചെയ്യാം. അര ഇഞ്ച് വെച്ചിട്ട് നമുക്ക് രണ്ട് സൈഡിലോട്ടും ഒന്ന് നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കാം.
പിന്നെ ഇതുപോലെ നമുക്ക് പോയിൻറ്റുകൾ തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ 2 സൈഡും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും ഇതുപോലെ രണ്ടും അടങ്ങിയിട്ട് വേണം നമ്മൾ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതുപോലെ പിടിച്ചതിന് ശേഷം നമുക്കൊന്ന് പിൻകുത്തി കൊടുക്കാം. പിൻകുത്തിയാൽ തെന്നി മാറാതെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ നമ്മളുടെ ടക്ക് കിട്ടും. ഇനി അടുത്ത സൈഡിൽ നമുക്കിതുപോലെ പിൻകുത്തി കൊടുക്കാം. ഇനി ഇതൊന്ന് തയ്ച്ചെടുക്കാം. ആദ്യം നമ്മൾ ഇതുപോലെ നീഡിൽ ഇറക്കിയതിന് ശേഷം ഒന്ന് ചെറുതായി ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ വരച്ചിട്ടുള്ള ഈ ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റോപ്പ് ചെയ്യുമ്പോഴും ഇതുപോലെ ലോക്ക് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് സൈഡും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. രണ്ട് സൈഡിലും ഇപ്പോൾ ടക്കിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് നോക്കാം. ഇപ്പം നമ്മുടെ ചുരിദാറിൻ്റെ ബാക്ക് പാർട്ട് ഇതുപോലെയാണ്. നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് ടക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ടക്ക് ഇട്ടാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ തന്നെ കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.